ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ പലതരം മെട്രിക്സസ് ഉണ്ട്, അതെന്തൊക്കെയാണ് ടൈപ്സ് എന്നും പിന്നെ ഇക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നും ഉള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് പലതരത്തിൽ മെട്രിക്സസ് ഉണ്ട് പറഞ്ഞല്ലേ. ഫസ്റ്റ് മെട്രിക്സ് ആണ് കോളം മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറയുന്നത് അതിനൊരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു കോളം മാത്രം ഉള്ളെങ്കിൽ എന്തായി, കോളം മെട്രിക്സ് ആയി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 2 3 4. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ എഴുതുമ്പോഴേക്കും 4/1 ആണ്. അതായത് 4 റോ 1 കോളം. ഓക്കെ, 4/1. അതായത് ഒരു കോളം മാത്രം ഉള്ളെങ്കിൽ എന്തായത്, കോളം മെട്രിക്സ് ആയി. പിന്നെ ഉള്ളത് റോ മെട്രിക്സ്. അത് പേരിൽ തന്നെ ഉണ്ടല്ലേ. ഒരു റോ മാത്രം ഉള്ളെങ്കിൽ എന്താണ്, റോ മെട്രിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ബി ഇസ് ഈക്വൽ ടു 0 1 5 7. ദിസ് ഇസ് എ റോ മെട്രിക്സ്. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് 1/4 ആണ്. അതായത് ഒരു റോ 4 കോളം. ഓക്കെ, തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കും. അതായത് നമ്മൾ അതിൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എഴുതുവാണെങ്കിൽ 3 1 2 7. ഇതെന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 2/2. 2 റോ 2 കോളം. ഓക്കെ, വേറൊരു സ്ക്വയർ മെട്രിക്സ് പരിഗണിക്കാം. 1 2 3 5 6 7 4 8 -1. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓർഡർ 3/3, 3 റോ 3 കോളം. ഓക്കെ, അപ്പോൾ അതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കും. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് സ്ക്വയർ. ഓക്കെ, ഇനി ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് എഴുതി, അതായത് -1 0 0 5. നെയിം ദ മെട്രിക്സ് ആസ് ഇ. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഡയഗണലായിട്ട് എടുക്കുമ്പോൾ ഉണ്ട്, അതായത് നമ്പേഴ്സാണ്. ഡയഗണലി എടുക്കുമ്പോൾ അത് നമ്പേഴ്സാണ്, അല്ലാത്ത എല്ലാം 0 ആയിരിക്കും. അതാണ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, അതായത് ഡയഗണലിലായിട്ട് എടുക്കുമ്പോഴേക്കും അതെന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടാവും, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അതാണ് ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. വേറൊരെണ്ണം എടുക്കാം. എഫ് ഇസ് ഈക്വൽ ടു -1 0 0 0 2 0 0 0 5. ദ മെട്രിക്സ് ബി എഫ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന മെട്രിക്സിൽ എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്, അല്ലാത്തെല്ലാം 0. അതാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി അടുത്താണ് സ്കലാർ മെട്രിക്സ്. അതെന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് അതിൽ ഡയഗണലി വരയ്ക്കുന്ന എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലി വരച്ചേക്കുന്ന രണ്ടെണ്ണം സെയിം അല്ല. ഇത് വേറെ ഇത് വേറെ, ഇത് വേറെ ഇത് വേറെ ഇത് വേറെ. പക്ഷേ സ്കെലാർ മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും ഡയഗണലി എടുക്കുന്നത് എന്താണ്, സെയിം ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡയഗണലി നോക്കുമ്പോൾ സെയിം, -1 -1 റെസ്റ്റ് ആർ സീറോസ്. ഓക്കെ, അതിൽ എച്ച് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിപ്പോൾ 5 0 0 0 5 0 ആൻഡ് 0 0 5. ദ മെട്രിക്സ് എച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഡയഗണലി നോക്കുമ്പോൾ എല്ലാം സെയിം ആ, 5 5 5 റെസ്റ്റ് ആർ സീറോസ്. അപ്പോൾ അതെന്താണ്, ഒരു സ്കലാർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് തന്നെയാണ്. എന്താണ്, ഡയഗണലി ഉള്ളതെല്ലാം 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അത് ഐ എന്ന് തന്നെയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഐ ഇസ് ഈക്വൽ ടു ഇപ്പോൾ 1, അതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ 1 0 0 1 എന്താണ്, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് ഡയഗണലി 1 ഉണ്ട്, റെസ്റ്റ് ആർ സീറോസ്. അതുപോലെ വേറെ നോക്കുകയാണെങ്കിൽ 1 0 0 0 1 0 0 0 1. ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. എന്തുകൊണ്ടാണ്, ഡയഗണലി നോക്കുമ്പോൾ എല്ലാം 1 ആണ്, ദ റെസ്റ്റ് ആർ സീറോസ്. അപ്പോൾ ഇതെന്താണ്, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇനിയുള്ളതാണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, എലമെൻറ്റ്സ് വിൽ ബി 0. ഓക്കെ, 0 0 0 0 0 സ്ക്വയർ ഷേപ്പിലായിരിക്കും കേട്ടോ. സ്ക്വയർ മെട്രിക്സസ് ആണ് ഇല്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഓർഡേഴ്സ് പറയേണ്ട കാര്യമില്ല. 1/1, 2/2, 3/3. ഓക്കെ, പേര് കൊടുക്കാം. അതിന് O എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. O = എന്നുള്ള രീതിക്കാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എഴുതുന്നത്. ഇനി നമുക്ക് ഇവരുടെയൊക്കെ ഒരു ജനറൽ ഫോർമുല നോക്കാം. ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി. ജനറൽ ഫോർമുല ഒന്നും അങ്ങനെ എക്സാംസിന് ചോദിക്കത്തില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A = Aij m/n. അതാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ വരുമ്പോഴേക്കും. ഓക്കെ, ഇനി ഡയഗണൽ മെട്രിക്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ B എന്നുള്ള പറഞ്ഞു കൊടുത്താൽ Bij m/m ഉണ്ടാവും. Bij = 0, I0 = j. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ടെക്സ്റ്റിൽ ആ സെക്ഷൻ്റെ അടിയിൽ പറയുന്നതാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഓക്കെ, ഇനി സ്കലാർ മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും B = Bij n×n, where Bij = 0, I0 = j. Bij = k for all = j, some constant k. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പറയുകയാണെങ്കിൽ Aij = 1 if I = j and 0 if I0 = j. ഓക്കെ, അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പറയുന്നത്. സീറോ മെട്രിക്സിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും സ്ക്വയർ മെട്രിക്സ് ആണ്. ഓൾ എലമെൻറ്റ്സ് വിൽ ബി 0, അത്രയും മതി. അതിന് വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് മെട്രിക്സിനെ കമ്പയർ ചെയ്താൽ മതി. അപ്പം തന്നെ അറിയാൻ പറ്റും അത് ഇക്വാളിറ്റിയിലാണോ അല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സസ് A എന്നുള്ളത് 2, 3, 0, 1 B എന്നുള്ളത് 2, 3, 0, 1 ആണ്. ഓക്കെ, അങ്ങനെ എടുക്കുക. അപ്പോൾ ആ സമയത്ത് എയിൻ്റെ അതേ സ്ഥാനത്ത് ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ് ബിയിലും ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം എയും ബിയും ഈക്വൽ മെട്രിക്സസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേസമയം ഇത് ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും മാറി. ഇപ്പോൾ സി എന്നുള്ള മെട്രിക്സ് വന്നു. ഓക്കെ, എയും സിയും ഈക്വൽ ആണോ? അതിലുള്ള എല്ലാ എലിമെൻറ്റ്സും സിയിലുണ്ട്, പക്ഷേ എങ്കിലും അവർ ഈക്വൽ ആണോ? കാരണം ഇവിടെ 0, 1, 0, 1, 3, 2, 2, 3 വ്യത്യാസം വന്നു. അപ്പോൾ അതെന്തായി, ഈക്വാളിറ്റി പോയി. ഓക്കെ, അത് ഈക്വൽ അല്ല. ഈക്വൽ ആവണമെങ്കിൽ അവർക്ക് ഒരേ ഓർഡർ ആയിരിക്കണം, അത് നിർബന്ധമാണ്. എയിലുള്ള അതേ എലമെൻറ്റ്സ് തന്നെ ബിയിലും മാറാതെ സെയിം ആയിട്ടുണ്ടായിരിക്കണം. നമ്പർ മാറരുത്, സെയിം ഓർഡർ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവർ സെയിം ഓർഡറിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് സിമ്പിളി നോക്കുവാണെങ്കിൽ XY ZA BC ഇത് = -1.502 √632. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്. ജസ്റ്റ് ഈ എക്സും വൈ ഒക്കെ കാണാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ആ പൊസിഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് വരുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും എയും ബിയും സിയും സെഡും എല്ലാം കിട്ടും. ഓക്കെ, നമ്മൾ ജസ്റ്റ് രണ്ട് മെട്രിക്സിൻ്റെ ഒരേ പൊസിഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അവിടുത്തെ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു മെട്രിക്സിൽ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ എക്സസൈസ് 3.1 ടെക്സ്റ്റിലുള്ളതിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മെട്രിക്സിൻ്റെ ഓർഡർ കാണാനും എത്ര എലമെൻ്റ് ഉണ്ടെന്നും ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് എഴുതാനും, പിന്നെ അതുപോലെ തന്നെ ഓർഡർ തന്നിട്ട് മീൻസ് എലമെൻറ്റ്സ് തന്നിട്ട് ഏതൊക്കെ ഓർഡേഴ്സ് പോസിബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Aij ഫീച്ചർ, അതായത് ith റോയും jth കോളവും വരുന്ന ഒരു കോമൺ എലമെൻറ്റിൻ്റെ പ്രത്യേകത തരും. അപ്പോൾ ആ പ്രത്യേകത വെച്ചിട്ട് മെട്രിക്സിലെ ബാക്കി എല്ലാത്തിൻ്റെ nth ടേമിൻ്റെ പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ. ഏകദേശം അതുപോലെ മറ്റ് എലമെൻറ്റ്സ് ഈ കോമൺ ഫീച്ചർ അനുസരിക്കുന്നവരായിരിക്കും ആ മെട്രിക്സിലുള്ള എല്ലാവരും. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു കോമൺ ഫീച്ചർ വെച്ചിട്ട് ബാക്കി എല്ലാ എലമെൻറ്റ്സും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. പിന്നെ ഇക്വാളിറ്റിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അത് നേരെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മെട്രിക്സിൻ്റെ ഒരേ പൊസിഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക, അവിടെ വരുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാളിറ്റി എന്നുള്ള ടോപ്പിക്കും ആയി. അപ്പോൾ അതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.